ഹായ് ഫ്രണ്ട്സ്, ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫിഷിൻ്റെ കെയറിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫൈറ്റർ ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവ പൊതുവെ എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്നതും വളർത്തുന്നതുമായിട്ടുള്ള ഒരു മത്സ്യമാണ്. അതിന് കാരണം ഇവയുടെ നിറമാണ്. പിന്നെ ഇവയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും വാട്ടർ ചേഞ്ച് ചെയ്തില്ലെങ്കിലും ഇതിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം ഇത് മറ്റുള്ള ഫിഷിനെ അപേക്ഷിച്ച് നല്ല ഹാർഡായിട്ടുള്ള ഫിഷാണ്, പെട്ടെന്നൊന്നും ചത്തുപോവുകയില്ല. പിന്നെ മറ്റുള്ള എല്ലാ ഫിഷുമായിട്ടും ഇത് അഗ്രസീവ്നെസ്സായി, അതായത് മറ്റുള്ള ഏത് ഫിഷിനെ കണ്ടാലും ഇവർ ഫൈറ്റ് ചെയ്യുന്നതാണ്. അതിനാലാണ് ഇവയ്ക്ക് ഫൈറ്റർ എന്ന പേര് വന്നത്. എന്നാലും ചെറുപ്പത്തിൽ തൊട്ട് കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടുകയാണെങ്കിൽ ഇവയ്ക്ക് നമ്മൾക്ക് കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടാവുന്നതാണ്. മറ്റുള്ള ഫിഷുമായിട്ട് അപ്പോൾ അഗ്രസീവ്നെസ് കാണുകയില്ല. പിന്നെ പറയാനുള്ളത്, ഇതിനെ വളർത്താൻ തീരെ ചിലവ് കുറവാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മറ്റുള്ള ഫിഷിന് നമ്മൾ വലിയ ടാങ്കുകൾ ഒക്കെ മേടിച്ചു കൊടുക്കണം. എന്നാൽ ഇതിനെ ആരും ടാങ്കുകളിൽ ഒന്നും ഇടത്തില്ല. ഇതിന് കുഞ്ഞ് ബൗള് പാത്രം മുതലായ സാധനങ്ങളാണ് ആവശ്യമുള്ളത്. പിന്നെ മറ്റുള്ള ഫിഷിനെല്ലാം നമ്മൾ വെള്ളത്തിൽ ഓക്സിജൻ വെച്ച് കൊടുക്കണം. എന്നാൽ ഇതിനങ്ങനെയല്ല. ഈ ഫൈറ്റർ ഫിഷിന് നേരിട്ട് വായുവിൽ നിന്ന് ഓക്സിജൻ എടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ എയർ പമ്പ് മേടിച്ച് കാശ് കളയേണ്ടതില്ല. പിന്നെ പറയാനുള്ളത്, പെട്ടെന്നൊന്നും അസുഖം വരുന്ന ഫിഷല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നല്ല ഹാർഡായിട്ടുള്ള ഫിഷാണ്. അതിന് പെട്ടെന്ന് അസുഖം വരത്തില്ല. ഇനി അഥവാ അസുഖം വന്നാലോ നമ്മുടെ ഈ വീട്ടിലുള്ള ഈ കല്ലുപ്പ് മുതലായ സാധനങ്ങൾ ഇതിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അസുഖം മാറുന്നതാണ്. നമ്മളൊരു സ്പെഷ്യൽ കെയറിങ്ങിൻ്റെ കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇവയുടെ ഫീഡിങ്ങിൻ്റെ കാര്യം, ഇവ പൊതുവേ എർത്ത് മാസം, അതായത് മണ്ണിര, പിന്നെ മൊസ്കിറ്റോ, അതായത് കൊതുകിൻ്റെ കൂത്താടി മുതലായ ലൈവ് ഫുഡാണ് വേണ്ടത്. എന്നാൽ സാധാരണ പെല്ലറ്റ് ഫുഡ് കൊടുത്താലും കുഴപ്പമില്ല. കാരണം ലൈവ് ഫുഡ് കൊടുത്താൽ കുറച്ചുകൂടെ ഗ്രോത്ത് കൂടുമെന്നേ ഉള്ളൂ. എന്നാൽ പെല്ലറ്റ് ഫുഡ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ആക്റ്റീവായ ഫിഷാണിവ. അതുകൊണ്ട് നമ്മളൊരു ഷെയ്ഡ് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇവ ഉറപ്പായും ചാടിപ്പോകും. പിന്നെ ഇവയെ വളർത്തുമ്പോൾ ഇവയ്ക്ക് രാവിലെ വൈകിട്ടും, അതായത് 2 നേരമെങ്കിലും ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. 2 നേരം ഇവയ്ക്ക് ഫുഡ് കൊടുക്കണം. ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3 മുതൽ 5 വർഷം വരെയാണ്. നല്ലപോലെ നമ്മൾ കെയർ ചെയ്യുന്ന ഒരു ഫിഷിന് മാത്രമേ ഇത്രയും ലൈഫ് സ്പാൻ കിട്ടത്തുള്ളൂ. പിന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിലിന് മാത്രമേ നല്ല ഫിൻസും കളറും ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലെ എല്ലാ ഫിഷും മെയിലാണ്. എന്നാൽ ഫീമെയിൽ അങ്ങനെയല്ല. ഫീമെയിലെ കാണാൻ അത്ര ഫിൻസും നല്ല ഭംഗിയും ഒന്നുമില്ല. പിന്നെ ഫീമെയിൽസിൻ്റെ വയർ എപ്പോഴും വീർത്തിയായിരിക്കും. പിന്നെ ഇവയെ നമുക്ക് പൊതുവെ എല്ലാ പെറ്റ് ഷോപ്പിലും കിട്ടുന്നതാണ്. ഒരു 150-200 രൂപ കൊടുത്താൽ നമുക്ക് നല്ല ഫൈറ്റർ ഫിഷിനെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന ഇതുപോലത്തെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.